നമസ്കാരം. നമസ്കാരം. വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നു. നിയമസഭ കൂടി, അവർ മന്ത്രിസഭ കൂടി. ആദ്യത്തെ ബജറ്റ് അവതരണം കഴിഞ്ഞു. അനിശ്ചിതകാലത്തേക്ക് നിയമസഭ പിരിഞ്ഞിരിക്കുന്നു. ഇതുവരെയും ഒരു മന്ത്രി പോലും ആയി പരിചയമില്ലാതിരുന്ന വി.ഡി. സതീശൻ നേരെ മുഖ്യമന്ത്രിയാവുകയാണ് ചെയ്തത്. നമ്മളങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഹൈസ്കൂളിൽ നിന്ന് നേരിട്ട് മെട്രിക്കുലേഷന് അദ്ദേഹത്തിന് ഡബിൾ പ്രൊമോഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇത് ഡബിൾ പ്രൊമോഷനോ ത്രിബിൾ പ്രൊമോഷനോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരിട്ട് ഒരാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. നേരിട്ട് എന്ന് പറഞ്ഞാൽ മന്ത്രിയാകാതെ. അതിനു മുമ്പ് മുഖ്യമന്ത്രി പദത്തിലെത്തിയിരിക്കുന്ന ആളുകളെല്ലാവരും, എൻ്റെ ഓർമ്മ ശരിയാണ് എന്നുണ്ടെങ്കിൽ, ആദ്യത്തെ മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാവരും ഘട്ടം ഘട്ടമായി പലതവണ മന്ത്രിസഭയിൽ പല മന്ത്രിസ്ഥാനങ്ങളും വഹിച്ചാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത്. വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ മദ്യനയത്തെക്കുറിച്ച് മുൻ മുഖ്യമന്ത്രിയും, അതായത് ചരിത്രത്തിലാദ്യമായി കേരളം 2 വട്ടം ഭരിച്ച പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഇപ്പോഴത്തെ വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ മദ്യനയങ്ങളെക്കുറിച്ച് അതിനിശിതമായ രീതിയിൽ തന്നെ വിമർശിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിക്കൊണ്ട് വി.ഡി. സതീശൻ ബജറ്റിൽ സംസാരിക്കുകയും പിന്നീട് ധനാഭ്യർത്ഥന ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ നികുതി പ്രഖ്യാപനം ഒഴിവാക്കുകയും ചെയ്തിരുന്നില്ല. UDF-നകത്തു നിന്നും UDF-ന് പുറത്തു നിന്നുമെല്ലാം ധാരാളം വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ വി.ഡി. സതീശന് കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്നും മാറിയില്ല. UDF ഈ വീര്യം കുറഞ്ഞ മദ്യം വിപണനം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് UDF തീരുമാനിക്കും, മുന്നണിയിൽ തീരുമാനിക്കും, മന്ത്രിസഭയിൽ തീരുമാനിക്കും. അതിനുശേഷം മാത്രമായിരിക്കും അതിൻ്റെ തീരുമാനം വരിക. എന്നാൽ അത് വിളമ്പുകയാണെങ്കിൽ, വിതരണം ചെയ്യുകയാണെങ്കിൽ നികുതി ഇന്നതായിരിക്കും എന്ന് സതീശൻ പറഞ്ഞു. ഇതേ ചൊല്ലി തന്നെയാണ് ഇന്നലെ സഭ പിരിയുന്നതിന് മുമ്പ് പിണറായി വിജയൻ സഭയിൽ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് മാധ്യമങ്ങൾ കണ്ടപ്പോഴും അദ്ദേഹം അത് ആവർത്തിക്കുകയായിരുന്നു. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മദ്യം ഒഴുക്കുന്ന രീതിയിലുള്ള ഒരു നയമാണ്, അല്ലെങ്കിൽ മദ്യനയമാണ് വി.ഡി. സതീശൻ സർക്കാരിൻ്റേത് എന്ന് പിണറായി വിജയൻ എടുത്തു പറഞ്ഞു. ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കേണ്ട കാര്യം, കേരളം 2 വട്ടം ഭരിച്ചതാണ് പിണറായി വിജയൻ. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിന് മുൻപ് ഉണ്ടായിരുന്ന സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ബാറിനേക്കാൾ ഏതാണ്ട് 10 മടങ്ങ് ബാറുകളാണ് പിണറായി വിജയൻ്റെ കാലത്ത് ഉണ്ടായത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 900-ലധികം ബാറുകളാണ് പിണറായി വിജയൻ ഭരണം ഒഴിയുമ്പോൾ കേരളത്തിലുണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ അവസാന കാലത്ത് ഒരു ഉത്തരവിടുകയുണ്ടായി. ബാർ മുതലാളിമാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയാണ് അത്തരം ഒരു ഇളവ് ചെയ്തു കൊടുത്തത്. അതായത് രാവിലെ ബാർ തുറക്കുന്ന സമയം നേരത്തെ തുറക്കണം, അതുപോലെ ബാർ അടയ്ക്കുന്ന സമയം 2 മണിക്കൂർ കൂടി കൂടുതലെടുത്ത് അടച്ചാൽ മതി. അങ്ങനെ ഒരു ദിവസം 4 മണിക്കൂർ ബാറിൻ്റെ പ്രവർത്തന സമയം നീട്ടിക്കൊടുത്തു, കോടികൾ വാങ്ങി എന്നൊക്കെയുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ മദ്യനയത്തെക്കുറിച്ചും വീര്യം കുറഞ്ഞ മദ്യം ജനങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞുള്ള പ്രസ്താവന. എങ്ങനെയാണ് ഫവാസ് ഇത് നോക്കിക്കാണുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ പിണറായി വിജയൻ്റെ കാലത്തുള്ള മദ്യനയവും ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ കാലത്തുള്ള മദ്യനയവും തമ്മിൽ പറഞ്ഞു കേൾക്കുമ്പോൾ എന്താണ് ഇതിൽ ഫവാസിന് പറയാൻ തോന്നുന്നത്? എനിക്കിത് സാരം പറഞ്ഞപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഈ പറഞ്ഞ പോലെ ഇന്നസെൻറ്റിൻ്റെ മുഖമാണ്. കാരണം ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ സർക്കാർ ഭരണത്തിൽ കയറിയപ്പോൾ അന്ന് വരെ പറഞ്ഞത് മദ്യവർജനം അത് CPM-ൻ്റെ LDF-ൻ്റെ ഉറപ്പാണ്, LDF വരും, എല്ലാം ശരിയാകും. ഇതായിരുന്നു അന്ന് അവരുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ. പിന്നീട് അത് കഴിഞ്ഞപ്പം മാറണം ഈ നാട്, തുടരണം ഈ ഭരണം എന്നുള്ള തരത്തിലുള്ള അടുത്ത ക്യാമ്പയിനിങ് വരുന്നു. അപ്പം ഞാൻ ഇലക്ഷൻ സ്ട്രാറ്റജീസ് എന്നുള്ള ഈ സാധനങ്ങളെല്ലാം കൃത്യമായി നോക്കുന്നു. ഓരോ ക്യാമ്പയിനിങ്, അവരുടെ പോളിസിയും അവരുടെ സ്ലോഗൻ അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട സാർ പറഞ്ഞപ്പം ആദ്യം വന്നത് ഈ പറഞ്ഞ പോലെ ഇന്നസെൻറ്റിന്, അദ്ദേഹം മരണപ്പെട്ടു. എന്നിരുന്നാൽ പോലും മദ്യവർജനത്തിന് വേണ്ടി വലിയ തരത്തിലുള്ള പരസ്യം ഇന്നും യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ആ പരസ്യം നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. മദ്യ അഴിമതിക്കെതിരെ പറയുന്ന, വർജിക്കണം എന്ന് പറയുന്ന പാർട്ടിയായിരുന്നു CPM. പക്ഷെ അതേ CPM അന്ന് ഉമ്മൻചാണ്ടി, നമ്മൾ ഇത് കൂടി പറയുമ്പോൾ ലളിത ഉണ്ടായിരുന്നു, അതേ തന്നെ ഇന്നസെൻറ്റും ലളിതും, ഇവർ 2 പേരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ അതിലുണ്ടായിരുന്നത്. അപ്പം എന്നിരുന്നാൽ പോലും അത് വലിയ തരത്തിൽ ചർച്ചയാവുന്നു. അതിനുശേഷം പിന്നീട് ഇതിൻ്റെ ഇപ്പം നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല, അന്ന് ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവ് കൂടിയായ കെ എം മാണി സാറ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതും ബാർ അഴിമതി കേസും മദ്യ അഴിമതി കേസും അത് കോഴ വാങ്ങിയതൊക്കെ ബന്ധപ്പെട്ട് ബാർ കോഴ വലിയ തരത്തിൽ വിവാദം ഉണ്ടാവുന്നതൊക്കെ അന്ന് ആ കാര്യത്തിൽ തന്നെയാണ്.
പല കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി എന്നുള്ളതും, അതിനുശേഷം അദ്ദേഹത്തെ എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, അപമാനിക്കുന്നതിൻ്റെ അങ്ങേയറ്റം അപമാനിച്ചൊരു പാർട്ടിയാണ് CPM. അതിനുശേഷം അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി രാജിവെക്കുന്നു. ആ സ്ഥാനം ഉമ്മൻചാണ്ടി ഏറ്റെടുക്കുന്നു. പിന്നീട് അതാണ് ഉമ്മൻചാണ്ടിയാണ് കൊണ്ടുവരുന്നത്. അവതരിപ്പിക്കാൻ വന്നപ്പോൾ പോലും KM മാണിയെ ഉള്ളിലോട്ട് കയറ്റില്ല. അത് വലിയ സംഭവമാണ്. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ബഡ്ജറ്റ് ജീവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശിരസിന് മുകളിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ മാണിയെ അകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞില്ല. അതിന്റെ പേരിൽ നിയമസഭയിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന CPM-ന്റെയും SFIയുടെയും DYFIയുടെ ഒക്കെ സമരങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫവസിനെ തടസ്സപ്പെടുത്തുകയല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് KM മാണി സാറ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പള്ളികളിലൊക്കെ പോയി പ്രത്യേകിച്ച് പാലാ പള്ളിയിലേക്ക് പോയി അദ്ദേഹം തൊഴുതിട്ടാണ് നമസ്കരിച്ചിട്ടാണ് ബജറ്റ് അവതരിപ്പിക്കാൻ വരാറുള്ളതെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാൽ ആ ബജറ്റ് നിർണായകമായ ആ ബജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേദിവസം അദ്ദേഹം നിയമസഭയ്ക്ക് തന്നെ അകത്തുള്ള റൂമിലാണ് കഴിഞ്ഞതെന്നുള്ളതാണ് പിൽക്കാലത്ത് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ വളരെ ആക്ഷേപകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് കണ്ടു അദ്ദേഹം അവിടെ തന്നെ തങ്ങി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ 1-2 പേര് മാത്രം. മറിച്ച് ഇവിടെ ഫവാസ് സൂചിപ്പിച്ചതുപോലെ ജീവനുണ്ടെങ്കിൽ, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാനിത് സമ്മതിക്കില്ല എന്ന് നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ CPM-കാർ ഒരു കാരണവശാലും KM മാണിയെ കൊണ്ട് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രതിരോധങ്ങൾ, അന്ന് നിയമസഭയിലുണ്ടായ പ്രതിരോധങ്ങൾ പിന്നീട് കേരളത്തിലുണ്ടായിട്ടില്ല. അത് മതി കേരളത്തിൻ്റെ എല്ലാ യശസ്സും കളഞ്ഞു കുളിക്കാൻ. കേരളം സമ്പൂർണ്ണ സാക്ഷരരാണ് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് ആ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതായൊരു രീതിയായിരുന്നു. എന്നിരുന്നാൽ പോലും അന്ന് KM മാണിയുടെ ഞാനുമായി ബന്ധപ്പെട്ട് ഇക്കാലത്ത് പിന്നീട് ഈ ഇലക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ സ്ട്രാറ്റജിയും ഈ പോളിസി മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് പല മണ്ഡലങ്ങളിലും പോയിട്ടുണ്ട്. അപ്പം ഒരു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ആൾക്കാരായിട്ട് സംസാരിക്കാൻ, ഒരു മുതിർന്ന നേതാവായിട്ട് സംസാരിക്കാനുള്ളൊരു ചാൻസ് കിട്ടി. അപ്പം അദ്ദേഹം ഈ പറഞ്ഞ പോലെ മാണി സാറായിട്ട് നേരിട്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മാണി സാറ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ മാണി സാറ് കണ്ട കാലത്തിന് ശേഷം അദ്ദേഹം ഇത്രത്തോളം സങ്കടപ്പെട്ട ഒരു നിമിഷം ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. കാരണം ഇല്ലാത്തൊരു കേസായിരുന്നു അത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പല തരത്തിലുള്ള പല ആരോപണങ്ങളും പറയുന്നുണ്ട്. അതിൽ പല നേതാക്കന്മാരുടെയും ഇന്ന് CPM-ൽ നിലനിൽക്കുന്ന പല മന്ത്രിമാരുടെയും പേരടക്കം അദ്ദേഹം എന്നോട് പറഞ്ഞായിരുന്നു. ഇവരാണ് അതിൻ്റെ പുറകിൽ കളിച്ചത് എന്നുള്ളതും. പക്ഷേ എന്തായാലും മാണി സാറ് രാജിവെച്ചു. പിന്നീട് പിൽക്കാലത്ത് മാണി സാറ് മരിച്ചു, നിര്യാതനായി. ഇപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പക്ഷേ അതേ മാണി സാറിൻ്റെ മകൻ പിന്നീട് അതേ പാർട്ടിയിലോട്ട് പോകുന്ന പ്രക്രിയ നമ്മൾ കണ്ടത്. സ്വന്തം അച്ഛനെ ഏത് കാര്യം പറഞ്ഞാണോ ഇത്തരത്തിൽ ഇല്ലാണ്ടാക്കി, അദ്ദേഹത്തിൻ്റെ ശാപം മേടിച്ചു വാങ്ങി കണ്ണീരിലാഴ്ത്തി ഇല്ലാണ്ടാക്കി അവസാനം മരിക്കുമ്പോൾ പോലും സമാധാനത്തോടു കൂടിയല്ല അദ്ദേഹം മരിച്ചത്. അപ്പം ഇത്തരത്തിലൊരു ആളില്ലാണ്ടാക്കും. 5 കോടി രൂപയുടെ ഒരു സ്മാരകം അനൗൺസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും KM മാണിയെ ജോസ് കെ മാണിയെ കൂടെ നിർത്തിയേക്കണമെന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഫാസ് പറഞ്ഞവരിപ്പോൾ ഈ ജോസ് കെ മാണി ഇടതുപക്ഷത്തിൻ്റെ ട്രാപ്പിലാണ് എന്ന് വേണം പറയാൻ. കാരണം മോൻസ് ജോസഫ് തന്നെയാണ് അത് പുറത്തേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് റോഷി അഗസ്റ്റിനാണ് എല്ലാവിധ നീക്കങ്ങളും നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ജോസ് കെ മാണി അവിടെ വീർപ്പുമുട്ടൽ അനുഭവിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് വിഷയത്തിൽ നിന്ന് പോകണ്ട. അപ്പം ഞാൻ അത് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു അഴിമതി കേസുമായിട്ട്, കാരണം ഇതേ സാധനം തന്നെയാണ് അന്നും വന്നത് കോൺഗ്രസിനെതിരെ. എന്നിട്ട് അദ്ദേഹം രാജിവെക്കുന്നു. പിന്നീട് ജോസ് കെ മാണി എടുത്ത ഏറ്റവും വലിയ തെറ്റും അത് തന്നെയായിരുന്നു. അദ്ദേഹം മുന്നണിയിൽ പോയി ചേരുന്നു. എന്തായാലും കാലം കഴിഞ്ഞു. ഇപ്പം അദ്ദേഹത്തിന് പോരണം എന്നുണ്ടെങ്കിലും പക്ഷേ റോഷി അഗസ്റ്റിനെ പോലത്തെ അതിനുള്ള മറ്റ് നേതാക്കന്മാരെ സംബന്ധിച്ച് അദ്ദേഹം ലാസ്റ്റ് വെച്ച് VD സതീശനായിട്ട് ചർച്ച നടന്നു എന്നുള്ളവരൊക്കെ നമ്മൾ കണ്ടു 2026 ഇലക്ഷന് മുമ്പ്. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ UDF ഒരുക്കമായിരുന്നു എന്നുള്ളതാണ് സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പറഞ്ഞത് അവരെ ഇനി കൊണ്ടുവരേണ്ട, അവരില്ലാതെ തന്നെ വിജയിപ്പിച്ച് കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളത് അവർ പറഞ്ഞതായിരുന്നു. അപ്പം എന്തായാലും അത് തെളിയിച്ചതുമാണ്. ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇല്ലാതെ തന്നെ ജോസഫ് ഒറ്റയ്ക്ക് എടുത്തങ്ങാണ്ട് ജയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം അതെന്തായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രസക്തി അവിടെ ഇല്ലാണ്ടായി. ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ഈ കാര്യത്തിലോട്ട് വന്നാൽ അന്ന് തുടങ്ങിയ ബാർക്കോഴ കേസ് വീണ്ടും ഈ പറഞ്ഞ പോലെ അതിന് ഏറ്റവും കൂടുതൽ ഉന്നതിയിലോട്ട് എത്തിച്ചത് ഈ പറഞ്ഞ പോലെ പിൽക്കാലത്ത് ഭരണം ഏറ്റെടുത്ത് 2016 ഭരണം ഏറ്റെടുക്കുമ്പോൾ അത് പിണറായി വിജയൻ തന്നെയായിരുന്നു. ആദ്യ കാലഘട്ടം അതിൻ്റെ സമയപരിധി രാവിലെ കുറച്ച് നേരത്തെ കൂട്ടി കൊടുക്കുന്നു, പിന്നീട് വൈകുന്നേരം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു, ഒരു ദിവസത്തിൽ 3 മണിക്കൂറോളം എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നു. അപ്പം ഇത്തരത്തിൽ സുലഭമാക്കി കൊടുക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഞായറാഴ്ചകളിൽ 1-ാം തീയതികളിൽ ഉണ്ടാക്കുന്ന കാര്യം ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിലോട്ട് വരുന്നു. അത് മാറി പിന്നീട് ഈ പറഞ്ഞ പോലെ വീട്ടിലോട്ട് എത്തിച്ചു കൊടുക്കുന്ന വെബ്കോൻ്റെ പ്രോഗ്രാം തുടങ്ങുന്നു, ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്നു, അതെ ഓൺലൈൻ പോർട്ടൽ തുടങ്ങുന്നു. അതിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. അതും മാറി പിന്നെ മെട്രോയിൽ എത്തിക്കുന്ന സമ്പ്രദായം നമ്മൾ കണ്ടതാണ്. നമ്മൾ കൊച്ചിൻ മെട്രോയിൽ
കീഴിലടക്കം അത്യാധുനിക തരത്തിലുള്ള എല്ലാവിധ സാധനങ്ങളും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മദ്യത്തിന്റെ കാര്യം എടുക്കുമ്പോൾ അതിവേഗം ശരിയായ ദൂരത്തിലെത്തിക്കുക. അതെ, ഇപ്പോൾ വർജനം എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് വർജനം എന്ന് അറിയാഞ്ഞിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. വർജനം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ള ഒരു ഐഡിയോളജി മുമ്പിലോട്ട് വെച്ചുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ വോട്ടടക്കം കിട്ടിയിട്ട് നല്ലൊരു ശതമാനം അന്ന് CPM കിട്ടിയത് ഈ പറഞ്ഞ പോലെ സ്ത്രീജനങ്ങളുടെ വോട്ടായിരുന്നു. അപ്പം എന്തായാലും ആ സാധനത്തോടു കൂടി പിന്തുണയോടുകൂടി വന്നവരെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നമുക്കൊരു നിയമം ഉണ്ടായിരുന്നു, സ്കൂളിന് 500 മീറ്റർ അടുത്ത് പാടില്ല എന്നുള്ളതൊക്കെ. അതെല്ലാം മാറ്റിമറിച്ച് പല ബാറുകൾക്കും കൊടുത്തത്. കൊല്ലത്തടക്കം പല ബാറുകളും ഈ പറഞ്ഞ പോലെ സ്കൂളിന് 100-200 മീറ്റർ അപ്പുറത്തടക്കം ബാറുകൾ തുടങ്ങുന്ന പ്രക്രിയ. ദൂരപരിധി പരിഗണിക്കുന്നതിന് വേണ്ടി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളുടെ ഗേറ്റുകൾ വരെ മാറ്റിവെച്ച സംഭവങ്ങളുണ്ട്. അപ്പം ഇത്തരത്തിൽ എല്ലാ സാധനവും കാറ്റിൽ പറത്തി മദ്യത്തിന്റെ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റിയത് ഈ പറഞ്ഞ പോലെ പിണറായി വിജയന്റെ 10 വർഷം തന്നെയാണ്. അത് വെബ്കോന്റെ കാര്യത്തിലായാലും ഓൺലൈനായിട്ട് കൊടുക്കുന്ന പ്രക്രിയ ആയാലും അതല്ല സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടായാലും അതല്ല സ്കൂളിൻ്റെ അടുത്തുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാറ്റിയിട്ടായാലും എല്ലാ കാര്യവും ഈ കുടിയന്മാർക്ക് വേണ്ടിയിട്ട്, കുടിയന്മാരെന്ന് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞ മോശം, ഈ പറഞ്ഞ പോലെ ബാർ മുതലാളി കുത്തക ബാർ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് എല്ലാവിധ വിടുത്തായങ്ങളും ചെയ്തു കൊടുത്ത നേതാവ് തന്നെയാണ് പിണറായി വിജയൻ. ഇപ്പം അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിലോട്ട് മദ്യം ഒഴുക്കാനുള്ള കാരണം അത് VD സതീശൻ എന്നാണ്. അപ്പം ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് സാമാന്യ വയസ്സായി കഴിഞ്ഞാൽ ആർക്കായാലും കുറച്ച് ബോധം നഷ്ടപ്പെടും. അത് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാത്ത അവസ്ഥയിലോട്ട് കാര്യത്തിരിക്കുന്നു. അപ്പം എനിക്കൊന്ന് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും മറവി രോഗം അദ്ദേഹത്തെ കാർന്ന് പിടിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം അദ്ദേഹം മറന്നിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ മദ്യം ഞാൻ ഒന്നുകൂടി ഇടപെട്ടോട്ടെ, ഇവരൊന്നും ഇവരുടെ സ്വന്തം വാക്കുകളല്ല പലപ്പോഴും പറയാറുള്ളത്. ഇവരുടെ സെക്രട്ടറിമാരൊക്കെ എഴുതി കൊടുക്കുന്ന അതേപോലെ തന്നെ ഇവർ പറയുകയാണല്ലോ. അപ്പോൾ ഇവരുടെ പാർട്ടിയുടെ ആ ഒരു ഒരു ലെഫ്റ്റിസ്റ്റ് അജണ്ട വെച്ചിട്ട് തയ്യാറാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ ഇവരങ്ങനെ ചർവണം നടത്തുന്നു, സമൂഹത്തോട് തുറന്നു പറയുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ജനങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഞാനും പ്രവാസം അടക്കമുള്ള സാധാരണക്കാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ തീർച്ചയായും ഈ ബാറുകളുടെ സമയം, രാവിലെ ബാറിൻ്റെ സമയം നേരത്തെ തുറക്കാം, വൈകുന്നേരം 12 മണി വരെ പ്രവർത്തിക്കാം എന്നൊക്കെ പറഞ്ഞ്, മാത്രമല്ല ഈ പാലക്കാട് ബ്രൂവറിക്ക് അനുമതി കൊടുക്കുക. അപ്പോൾ നാടിലെ കുടിവെള്ള ശേഖരം വരെ ഊറ്റിയെടുത്ത് മദ്യക്കമ്പനികൾക്ക് സുലഭമായി ഈ കേരളം കൈയടക്കാനും അവിടെ മദ്യം വിളമ്പാനും മദ്യം ഒഴുക്കാനും, മദ്യത്തിൽ മുക്കി ഫവാസ് നേരത്തെ സൂചിപ്പിച്ച പോലെ മദ്യപാനികളെ അല്ലെങ്കിൽ കുടിയന്മാരെ ആനന്ദത്തിൽ ആറാടിച്ച് മുക്കിക്കൊല്ലാനും ഒക്കെയുള്ള നയങ്ങൾ ആദ്യം കൊണ്ടുവന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഭരണാധികാരിയാണ് ഇപ്പോൾ പറയുന്നത് VD സതീശൻ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവിലൂടെ അവർ കേരളത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിലുള്ളൊരു മദ്യനയം നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അത് ആ മദ്യം, വീര്യം കുറഞ്ഞ മദ്യം, ബക്കാടി എന്ന് പറയുന്ന മദ്യം വിൽക്കണോ വേണ്ടയോ എന്നുള്ളത് മുന്നണിയുടെ തീരുമാനമാണ്, മന്ത്രിസഭയുടെ തീരുമാനമാണെന്ന് പറയുന്നു. VD സതീശൻ പറഞ്ഞ തീരുമാനം അവിടെ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായി കഴിഞ്ഞാൽ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പുണ്ടായി വിൽക്കില്ല എന്നുകൂടി VD സതീശൻ പറയുന്നു. അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്, വിൽക്കാൻ കഴിയാത്തൊരു ഉറപ്പില്ലാത്തൊരു സാധനത്തിന് എന്തിനാണ് ബജറ്റിൽ അങ്ങനെ ഒരു നികുതി ഇളവ് പ്രഖ്യാപിച്ചതെന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. എന്തറിയോ, എനിക്കിതിൽ പറയാനുള്ളത് ഈ ബെക്കാഡിയായിട്ട് ആദ്യം ചർച്ച നടത്തിയത് ഈ പറഞ്ഞ പോലെ സതീശനല്ല, എം പി ഗോവിന്ദനാണ്. അപ്പം പിന്നെ അവർക്ക് ഇത് പറയാൻ ന്യായമുണ്ടോ അല്ലെങ്കിൽ അതിന് അർഹത ഉണ്ടോ എന്നുള്ളതാണ്. അന്ന് ഇതിനെ പുകഴ്ത്തി പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം. ബെക്കാടി വരണം എന്നുള്ളതും ബെക്കാടിക്ക് എല്ലാവിധ അവരോട് പിന്നെ ഒഫീഷ്യലി ഒപ്പിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇന്നും യൂട്യൂബിലടക്കം സുലഭമാണ്. അന്ന് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത് സ്വാഗതാർഹമാണ്. കാരണം ഇത്തരത്തിലുള്ള വീര്യം കൂടിയതിന് പകരം ഇത്തരത്തിലുള്ള ബെക്കാടിയെ പോലെ സാധനങ്ങൾ വരികയാണെങ്കിൽ സ്വാഗതാർഹം എന്നുള്ള രീതിയിൽ പറഞ്ഞ അതേ നേതാക്കന്മാരാണ് ഇപ്പോൾ ഭരണം മാറിയപ്പോൾ കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അന്ന് കള്ളൊഴുക്കിയവർ ഇന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇത്തരത്തിലുള്ള ആദർശവാദങ്ങളെല്ലാം പറയുന്നത് എന്നുള്ള ഒരു വിരോധാഭാസം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അല്ല, അതിൽ ചിലപ്പോൾ മറ്റൊരു കാര്യം ഉണ്ടാവും കേട്ടോ ഫവാസ്, നമ്മൾ ഒക്കെ തിരിച്ചറിയാത്ത കാര്യമായിരിക്കും. അന്ന് ഗോവിന്ദൻ മാഷ് ഈ കർണാടകയിൽ ബക്കാടിയായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ, അതിൻ്റെ ഉടമകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ, ഇന്നിപ്പോൾ VD സതീശൻ വീര്യം കുറഞ്ഞ മദ്യം എന്ന രീതിയിൽ വിപണിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തേക്കാൾ അന്ന് വീര്യം കുറഞ്ഞതായിരുന്നിരിക്കാം ബക്കാടി. ഇന്നിപ്പോൾ അതിൻ്റെ ആൽക്കഹോളിക് പവർ കൂടിയിട്ടുണ്ടാവും. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും VD സതീശൻ പറയുന്നു അന്ന് ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാൻ വേണ്ടി ബക്കാടിയായിട്ട് ആദ്യം ആലോചനകൾ നടത്തിയ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ബക്കാടിയുടെ കാര്യത്തിൽ വാശി പിടിക്കുന്നത്, വേണ്ട എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വീര്യം ഇവർ തമ്മിലുള്ള സംസാരത്തിൽ മാത്രമല്ല മദ്യത്തിൻ്റെ ആൽക്കഹോളിക് പവറിലും വീര്യം കൂടിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ വേണ്ടെന്ന് പറയുന്നത്? അതുകൊണ്ട് മാത്രമല്ല, ദേശാഭിമാനിയുടെ പത്രം എടുത്തിട്ടാണ് അന്ന് VD സതീശൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിയമസഭയ്ക്ക് മുമ്പിൽ പറഞ്ഞത്. കാരണം അന്ന് പാർട്ടി മുഖപത്രം പോലും ഈ സാധനത്തെ പുകഴ്ത്തിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതേ പാർട്ടിയും അതേ നിലപാടുമാണ് ഇപ്പോൾ അവർ മാറ്റി പറയുന്നു എന്നുള്ള വലിയ തരത്തെ വിരോധാഭാസം അവിടെ ഉണ്ട്. അന്നൊരു നിലപാട്, ഇന്ന് ഇപ്പോൾ വേറൊരു നിലപാട്. കുറച്ച് കഴിയുമ്പം ഓന്തിനെ പോലെ നിറം മാറുന്ന മലക്കം മറിയുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ കാണിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് CPM ഈ പറയുന്ന ഈ മുടന്ത് ന്യായങ്ങളിലൊന്നും എനിക്കത്ര വലിയ കഴമ്പ് തോന്നുന്നില്ല. പിന്നെ സതീശനെ കുറിച്ച് പല നേതാക്കന്മാരും പറയുന്നത്, സതീശനെ നിങ്ങൾക്ക്
പിന്നെ വഴങ്ങില്ല സതീശൻ എന്ന് പറഞ്ഞാൽ പിന്നെ വഴങ്ങാത്ത ജയശങ്കറിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ സതീശനെ നിങ്ങൾക്ക് ഒടിക്കാം, പക്ഷെ വഴക്കെടുക്കാൻ സതീശനെ കുറച്ച് പാടാണ് എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ KC വേണുഗോപാലിനെയും അല്ലെങ്കിൽ പല കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പല കാര്യങ്ങൾ, കാരണം രാഷ്ട്രീയത്തിൽ എപ്പോഴും വേണ്ടത് ഫ്ലെക്സിബിലിറ്റിയാണ്, ഇങ്ങോട്ട് പിടിച്ച് എങ്ങനെ വളഞ്ഞ് പോരുന്ന രീതിയിലായിരിക്കണം. പക്ഷെ സതീശൻ സ്ട്രൈറ്റ് ആണ്, ഡു ഓർ ഡൈ. അദ്ദേഹത്തെ പൊട്ടിക്കാൻ നിങ്ങൾക്ക്, പക്ഷെ വളച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ജയശങ്കറിനെ പറഞ്ഞു. അതെ, വളക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ഒടിക്കാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ സതീശൻ ഇല്ലാണ്ടാവണം രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ വഴറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക. അപ്പം ഈ പറഞ്ഞ പോലെ ഏത് വിധേനയും ഈ പറഞ്ഞ പോലെ സതീശൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സതീശൻ്റെ ഗവൺമെൻറ് വന്നേക്ക് തന്നെ ആദ്യ ദിവസം തന്നെ CPM-ൻ്റെ ഒരു സമ്മേളനം അവരുടെ മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് ഇനി സർക്കാരിന് ശ്വാസം വിടാൻ പോലും ടൈം കൊടുക്കരുത്, അവർ എന്ത് കൊണ്ടുവന്നാലും അതിനെ നമ്മൾ വിമർശിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് മുമ്പിൽ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ അത്രയും കാണുന്നുള്ളൂ. വലിയ ആത്മാർത്ഥ കൂടിയൊന്നുമല്ല ഇവർ പറയുന്നത്. അങ്ങനെ ആത്മാർത്ഥതയോട് കൂടിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇവർ ചെയ്ത പല കാര്യങ്ങളും ഇവർ തന്നെ ഒഴിവാക്കണമായിരുന്നു. അല്ലെങ്കിൽ അന്ന് ചെയ്ത് തെറ്റാണെങ്കിൽ പിൽക്കാലത്ത് ഇപ്പോൾ ഇവർ മാപ്പ് പറയണമെന്നു. കഴിഞ്ഞ 10 പ്രാവശ്യം മദ്യത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് വലിയ തരത്തിലുള്ള തെറ്റ് പറ്റി എന്നുള്ളതും അത് ഞങ്ങൾ ഖേദിക്കുന്നു എന്നുള്ളതും ആ വിഷയത്തിലൂടെ സതീശൻ ഇനി പോകരുത് എന്നുള്ളതും, ഞങ്ങൾ ഓൾറെഡി പോയതാണ്, ഞങ്ങൾ കാരണം വലിയ തരത്തിൽ തെറ്റുണ്ടായി എന്നുള്ളതും ഇനി സതീശനും ആ വഴിയിൽ പോകരുത് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തോട് നമുക്ക് യോജിക്കാമായിരുന്നു. അല്ല ഫാസ്, അതൊക്കെ ഈ പിൽക്കാലത്ത് ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാരണം ശബരിമല പോലുള്ള വിഷയത്തിൽ ഞങ്ങൾക്ക് കൈപൊള്ളി തെറ്റുപറ്റി എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് സമ്മതിച്ചത്. അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായ പല പ്രശ്നങ്ങളും എന്താണ് നേരത്തെ ഫാസ് ചൂണ്ടിക്കാണിച്ച പോലെ LDF അല്ലാതെ മറ്റാരുണ്ടെന്ന ടാഗ്ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തെറ്റുപറ്റി എന്നുള്ളത് ഈ അടുത്ത കാലത്ത് അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ കാലം കുറേ കഴിയുമ്പോൾ ഇപ്പോൾ ബെക്കാഡിയുടെ കാര്യത്തിലും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിലും ഇടതുപക്ഷ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് പിന്നീട് സമ്മതിച്ചേക്കാം. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നുള്ളത് UDF മന്ത്രിസഭ തീരുമാനിക്കും, മുന്നണി തീരുമാനിക്കും. അത് മുന്നണിയിലും മന്ത്രിസഭയിലും അത് വേണ്ട എന്നുള്ള തീരുമാനമാണെങ്കിൽ മദ്യം ആ വീര്യം കുറഞ്ഞ മദ്യം വിളമ്പില്ല എന്ന് VD സതീശൻ ഉറപ്പ് തരുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാം. പിന്നീട് എന്ത് നടക്കുമെന്നുള്ളത് കണ്ടറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാം. അതായിരിക്കും ഈ കാര്യത്തിൽ കൂടുതൽ അഭികാമ്യം എന്ന് എനിക്ക് തോന്നുന്നു.